കായലിൽ നിന്നുള്ള മണൽ ഉപയോഗിച്ചാണ് ആലപ്പുഴയിൽ അടിപ്പാതകളിലേക്കുള്ള സർവീസ് റോഡുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നാട്ടുകാരുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് അത്ര കട്ടിയില്ലാത്ത മണലായതുകൊണ്ട് റോഡിൻ്റെയൊക്കെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം മഴയൊക്കെ അതിശക്തമായി പെയ്യുമ്പോൾ റോഡ് ഇടിഞ്ഞു പോകുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. എന്ന് മാത്രവുമല്ല, ഈ മണലിൽ കക്ക ധാരാളമുണ്ട്. കക്ക പിന്നീട് ദ്രവിച്ചു പോയി ബലക്ഷയം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള പരാതികളും ആശങ്കകളൊക്കെ പലതവണ നാട്ടുകാർ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഈ കാണിക്കുന്നതേ ഒന്നും ശരിയല്ല. കാര്യം ഉപ്പുമണ്ണാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഇന്നലെ നാളെ ഇത് പൊടിഞ്ഞ് നശിച്ചു പോകും. അപ്പോൾ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല. ഇത് പൂഴി ഇറക്കാൻ മാർഗം ഉണ്ടെങ്കിൽ അത് ഇറക്കുക, അല്ലാതെ ഈ മണ്ണ് കൊണ്ട് ഇറക്കിയ മനുഷ്യനെ കൊല്ലം കൊണ്ടുവന്നിരിക്കുന്ന ഒരു നടപടിയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താഴെ മുതൽ മുക്കാൽ ഭാഗത്തിൽ കൂടുതൽ ഉയരത്തിൽ പൂട്ടുകെട്ട മാത്രമാണ് ഈ ഉയരപ്പാതയുടെ ഭാഗമായി അടുക്കാറുള്ളത്. ഏറ്റവും മുകളിൽ മാത്രമേ ഉള്ളൂ കോൺക്രീറ്റ്. അപ്പോൾ സ്വാഭാവികമായി തന്നെ സാധാരണ മനുഷ്യർക്കും റോഡിലൂടെ പോകുന്ന ആളുകൾക്കൊക്കെ ഇത് ഉരുണ്ട് താഴേക്ക് വീഴുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ഈ സൈഡിൽ വെക്കുന്ന ഈ സൈഡ് വാള് ഡബിൾ ലെയർ ലോക്കിട്ട് വന്നെങ്കിലേ അത് സ്ട്രോങ് ആകത്തുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് സിംഗിളായിട്ട് ഇങ്ങനെ പാകി പോകുന്നതുകൊണ്ട് യാതൊരു ഉറപ്പുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സമയം മറിഞ്ഞ് വീഴുമോ എന്നൊരു ആശങ്ക. അപകടങ്ങൾ ഉണ്ടായ ശേഷം നടപടി എടുക്കുന്നതിനേക്കാൾ നല്ലത് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കുന്നതാണ്. ആലപ്പുഴയിൽ നിന്ന് രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.